നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും ഒരു ഭീഷണിയുണ്ട്. ഇപ്പോൾ ഷാജൻ സ്കറിയയെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കം സജീവം. കഴിഞ്ഞ ദിവസമാണ് ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഈ വണ്ടി പാഞ്ഞെടുത്തത്. കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വണ്ടി പാഞ്ഞെടുത്തത് എന്നാണ് വ്യക്തമാകുന്നത്. ഇടുക്കിയിലെ പ്രമുഖ നേതാവിന്റെ സംരക്ഷണത്തിലാണ് ഇയാൾ എന്നാണ് സൂചന. അക്രമിയെ പിടിക്കാൻ പോലീസ് മതിയായ ഇടപെടൽ നടത്തുന്നില്ല എന്ന പരാതി സജീവമാണ്. തൊടുപുഴ സ്മിത ആശുപത്രിയിലാണ് ഷാജൻ സ്കറിയ ചികിത്സയിലുള്ളത്. ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണ്. CPM സൈബർ ഗുണ്ടകൾ സോഷ്യൽ മീഡിയയിൽ പരസ്യ വെല്ലുവിളി തുടരുകയാണ്. തന്നെ അറസ്റ്റ് ചെയ്തത് ജയിലിൽ അടച്ചാൽ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു പറയുമെന്ന് മുഖ്യപ്രതി വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ സഹായത്തോടെ മുൻകൂർ ജാമ്യത്തിനും ഇയാൾ ശ്രമിച്ചേക്കും. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയെ ആക്രമിച്ചത് CPM പിന്തുണയുള്ള വാട്ടർ അതോറിറ്റി കരാറുകാരന്റെ നേതൃത്വത്തിലെ DYFI ഗുണ്ടകളാണ് എന്നാണ് വ്യക്തമാകുന്നത്. ഷാജൻ സ്കറിയയ്ക്കെതിരായ ഗൂഢാലോചനയിൽ വ്യക്തമായ പദ്ധതി തയ്യാറാക്കലും നടന്നു. പഠിക്കുന്ന സമയത്ത് KSUവിലായിരുന്ന ആക്രമണത്തിന് നേതൃത്വം നൽകിയ ക്വാറി മാഫിയക്കാരനാണ്. ഭാര്യയുടെ മരണം കൊലപാതകമാണ് എന്ന സംശയം ഉയർന്നിരുന്നു. എന്നാൽ കേസ് അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ടു. ഭാര്യയുടെ മരണത്തിന് പിന്നാലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഇതോടെ ഇയാൾ CPMകാരനായി. CPMന് വേണ്ടി എന്തും ചെയ്യുന്ന ക്വാറി ഉടമയുമായി മാറി. ഇതിനൊപ്പമാണ് വാട്ടർ അതോറിറ്റിയിലെ കരാറുകാരനായ ബോണസും കിട്ടിയത്. ഈ വ്യക്തിയെയാണ് ഷാജൻ സ്കറിയയെ ആക്രമിക്കാൻ CPM ചുമതലപ്പെടുത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ധാറിൽ ചേസിംഗും കാറിടിച്ച് മറിക്കാനുള്ള ശ്രമവുമെല്ലാം ഇയാളുടെ നേതൃത്വത്തിലാണ് നടന്നത്. ക്വാറി മാഫിയയാണ് ഇതിന് പിന്നിലെന്ന ഭാവിയിൽ വിശദീകരിക്കാനുള്ള ശ്രമം കൂടിയായി ഇതിനെ കാണാം. നിയമ വഴിയിൽ ഷാജൻ സ്കറിയയെ ഒന്നും ചെയ്യാനാകില്ല എന്ന് മനസ്സിലാക്കി ചിലർ നടത്തിയ ഗൂഢാലോചനയാണ് ഇതെല്ലാം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതിയെ എത്രയും വേഗം പിടികൂടണമെന്നും പിടിക്കുമെന്നുമാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോകുമോ എന്നത് നിർണായകമാണ്. TP ചന്ദ്രശേഖരനെ കൊന്നവരെ പിടിച്ചു, പക്ഷേ കൊല്ലിച്ചവരെ പിടിച്ചിട്ടില്ല. ഇതിന് സമാനമായ അട്ടിമറി ഈ കേസിലും ഉണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഈ ആക്രമണത്തിന് നിയോഗിച്ച വ്യക്തിയുടെ പേരിൽ കൊലപ്പുള്ളിക്ക് സമാനമായ വീട്ടുപേരാണ് ഉള്ളത്. എന്തും ആരെയും ചെയ്യാൻ മടിക്കാത്ത ക്വാറി ഉടമയാണ് ഷാജൻ സ്കറിയയെയും ആക്രമിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവരുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. ഇടുക്കിയിലെ CPMന് എല്ലാവിധ സഹായവും ചെയ്യുന്ന ഇയാൾ ചില മാധ്യമ പ്രവർത്തകരുടെയും ഉറ്റ സുഹൃത്താണ്. CPM പകയ്ക്കൊപ്പം ചില മാധ്യമ ഗൂഢാലോചനകളും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന. കാടുകളിൽ കൈവയ്ക്കുന്ന ക്വാറി ഉടമയെ കൊട്ടേഷൻ ഏൽപ്പിച്ചത് പാർട്ടിയാണെന്നും വ്യക്തമാവുകയാണ്. മൊബൈൽ ഫോൺ പരിശോധനകൾ അടക്കം നടത്തിയാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവരും. പക്ഷേ 6 പേരെ മാത്രം പിടിച്ച് വ്യക്തിപരമായ ഗൂഢാലോചനയും പകയും ചാർത്തി കേസെടുക്കാനാകും ശ്രമം എന്നതും വ്യക്തമാകുകയാണ്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങും വഴി ഇടുക്കി മാങ്ങാട് കവലയിലാണ് ആക്രമണം നടന്നത്. പരിക്കേറ്റ ഷാജൻ സ്കറിയയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസാണ് ഷാജൻ സ്കറിയയെ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്ക് ഗുരുതരമല്ല. ഷാജന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സത്യസന്ധമായി നടത്തുന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇങ്ങനെയുള്ള കത്തികൾ, മുനകൾ, ധാരകളൊക്കെ തന്നെ ചേഴ്സ് ചെയ്താൽ നെഞ്ചും വിരിച്ച് നേരിടുമെന്ന് വ്യക്തമാവുകയാണ്. നിയമവഴിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴിതാ ഇത്തരം തേർഡ് റൈറ്റ് ജോലികളൊക്കെ തന്നെ അല്ലെങ്കിൽ തേർഡ് റൈറ്റ് പ്രവർത്തനങ്ങളുമായി ഇത്തരം ഗുണ്ടകൾ രംഗത്ത് വരുന്നത്.